مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മക്കയിലെ ഒരു കൗമാരക്കാരൻ്റെ കഥ പറയാം. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ആടിത്തിമർത്ത യുവത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മദ്യപാനികളുടെ മുൻനിരയിൽ അയാളുണ്ടായിരുന്നു. മക്കയിൽ പ്രവാചകനും അനുയായികൾക്കുമെതിരെ അതിക്രമങ്ങൾ അയച്ചുവിടുന്നതിലും സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്നതിലും അയാൾ മുൻനിരയിലുണ്ടായിരുന്നു. ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ തീരുമാനിക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ കുഴപ്പവും ഭിന്നതയും സൃഷ്ടിക്കുന്ന, തങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന മുഹമ്മദിനെ ഇനിയും പൊറുപ്പിച്ചുകൂടാ, അദ്ദേഹത്തെ കൊന്നുകളയണം. അങ്ങനെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ നേതാക്കളായ ഉത്ബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും അബൂജഹലിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് അയാൾ പ്രഖ്യാപിച്ചു, മുഹമ്മദിൻ്റെ തലയെടുത്തു ഞാനിതാ വരുന്നു. ഊരിപ്പിടിച്ച വാളുമായി അദ്ദേഹം മുഹമ്മദിനെ തേടിയിറങ്ങി. വഴിമധ്യേ വെച്ച് സുഹൃത്തിൻ്റെ പോക്ക് കണ്ട് നുഐം എന്ന് പറയുന്ന കൂട്ടുകാരൻ ചോദിച്ചു, എങ്ങോട്ടാ പുറപ്പാട്? മറുപടി ഒരു ഗർജനമായിരുന്നു, മുഹമ്മദിൻ്റെ തലയെടുക്കാൻ. നുഐം പുഞ്ചിരിയോടെ പ്രതികരിച്ചു, സ്വന്തം വീട് നേരെയാക്കിയിട്ട് പോരെ മറ്റുള്ളവരെ നന്നാക്കാൻ? സ്വന്തം വീടോ? അതേ, ഫാത്തിമ മുഹമ്മദിൻ്റെ മതത്തിലാണ്. ഇത് കേട്ട അയാൾ ഞെട്ടിത്തെറിച്ചു. എങ്കിൽ അതൊന്നു കാണണം. ഊരിപ്പിടിച്ച വാളുമായി ഫാത്തിമയുടെ വീട്ടിലേക്കായി കുതിപ്പ്. വീടിനടുത്തെത്തിയപ്പോൾ അകത്തുനിന്ന് മന്ത്രമധുരമായ ഒരു ശബ്ദം. അയാളുടെ മനസ്സ് പാതി തണുത്തു. എന്തൊരു മാധുര്യം! അയാൾ സഹോദരിയുടെ കതകിൽ മുട്ടി. ഭയന്നു വിറച്ചാണവൾ വാതിൽ തുറന്നത്. മക്കയിലെ വീരശൂര പരാക്രമിയാണ് സഹോദരൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താനും ഭർത്താവും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ അവർ അയാളിൽ നിന്ന് ഒളിച്ചു പിടിച്ചു. എന്താണ് നിങ്ങൾ വായിക്കുന്നത്? ഇങ്ങോട്ട് തരൂ, അത് ഞാനൊന്ന് നോക്കട്ടെ. തൻ്റെ കൈവശമുള്ള വിശുദ്ധ വചനങ്ങൾ എഴുതിയ താളിയോലകൾ കൊടുക്കാൻ വിസമ്മതിച്ച സഹോദരി അയാൾ മർദ്ദിക്കാൻ തുടങ്ങി. ഫാത്തിമയുടെ ചുണ്ടിൽ നിന്ന് രക്തം പൊട്ടി. ഇല്ല, തരില്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ഫാത്തിമയുടെ ഈ ദൃഢസ്വരത്തിലുള്ള വാക്കുകൾ സഹോദരനിൽ പരിവർത്തനമുണ്ടാക്കി. അയാൾ പറഞ്ഞു, വായിക്കൂ, കേൾക്കട്ടെ ആ വചനങ്ങൾ. പറ്റില്ലെങ്കിൽ ഇങ്ങ് തരൂ, ഞാൻ വായിക്കാം. സഹോദരന്റെ മനസ്സാന്തരം ബോധ്യപ്പെട്ട ഫാത്തിമ പ്രതികരിച്ചു, നിങ്ങൾക്കിത് തരാൻ പറ്റില്ല, കുളിച്ചു ശുദ്ധിയായി വന്നാൽ തരാം. അയാൾ അവിടെ നിന്നിറങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം കുളിച്ചു ശുദ്ധിയായി ശാന്തനായി തിരിച്ചെത്തി. ഫാത്തിമ ആ ഏടുകൾ സഹോദരന്റെ കൈകളിലേക്ക് നീട്ടി. അയാൾ അത് വാങ്ങി വായിക്കാൻ തുടങ്ങി. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആ മധുര പാരായണം. إلا
എന്തൊരു വശ്യത, എന്തൊരു ഈണം, എത്ര അർത്ഥഗർഭം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ചുണ്ടുകൾ വിറച്ചു. സഹോദരിയുടെ നേരെ തിരിഞ്ഞു അയാൾ ചോദിച്ചു, എവിടെയാണ് മുഹമ്മദ്? എനിക്ക് മുസ്ലിമാകണം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ ആരായിരുന്നു ഈ മഹാൻ? അത് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ വശ്യ ശൈലിയിൽ ആകൃഷ്ടനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിമിഷങ്ങൾക്കകം പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അന്ന് ആകെ ഉണ്ടായിരുന്ന 40ഓളം മുസ്ലിങ്ങളുടെ പെരുന്നാൾ ദിവസമായിരുന്നു അത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതോടെ ഒട്ടുമിക്ക പീഡനങ്ങൾക്കും അറുതി വരുമെന്ന് ഉറപ്പായിരുന്നവർക്ക്. കൂട്ടുകാരെ, ആലോചിക്കുക, നാമും ഖുർആനുമായുള്ള ബന്ധമെന്താണ്? നമുക്കും ഈ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എന്താണ്? ദിവസവും അല്പമെങ്കിലും ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? വിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങിയ ഹൃദയം അള്ളാഹുവിനെ അറിയുന്നു, അവനെ മനസ്സിലാക്കുന്നു, അവന്റെ മുന്നിൽ തലകുനിക്കുന്നു. ബുദ്ധിമാനായ മനുഷ്യനെ പിടിച്ചുകുലുക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വശ്യസുന്ദരമായ ശൈലിയാണ് വിശുദ്ധ ഖുർആനിനുള്ളത്. ഖുർആൻ മനുഷ്യനെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നയിക്കുകയും ആരാധനയുടെ മധുരം നൽകുകയും ചെയ്യുന്നു. മനുഷ്യ ഹൃദയത്തെ സ്ഫുടം ചെയ്യാൻ വിശുദ്ധ ഖുർആനോളം മതിയായ ഏതൊരു ഗ്രന്ഥമാണ് ലോകത്തുള്ളത്? ഖുർആൻ വിശ്വാസിക്ക് മനഃശാന്തി നൽകുന്നു, ഹൃദയ രോഗങ്ങളിൽ നിന്നും അവനെ പരിരക്ഷിക്കുന്നു, എല്ലാവിധ തിന്മകളിൽ നിന്നും അസാൻമാർഗികതകളിൽ നിന്നും വിശുദ്ധ ഖുർആൻ മനുഷ്യനെ തടയുന്നു, ജീവിതത്തിന് ലക്ഷ്യവും മാർഗവും നൽകുന്നു. അതേ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മാർഗദർശിയാണ്. കഠിനാൽ കഠോരമായ നരകാഗ്നിയിൽ നിന്നും സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഉത്തമ കൂട്ടുകാരനാണ് വിശുദ്ധ ഖുർആൻ. മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ദീപനാളമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന് പകരം മറ്റൊന്നില്ല തന്നെ. ആ വിശുദ്ധ ഗ്രന്ഥം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മനഃശാന്തിയും ശാശ്വത വിജയവും നാം കൈവരിക്കുക. ഖുർആൻ പഠിച്ചും പാരായണം ചെയ്തും പുണ്യം നേടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, പിന്നീട് അങ്ങോട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുചരന്മാർക്കും താങ്ങും തണലും ധൈര്യവുമായി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും സ്ഥാനമുള്ള വ്യക്തിയായി മഹാനവറുകൾ മാറി. അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന മഹൽ നാമം ലഭിച്ചവരിൽ ആദ്യത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം ഒരു നേതാവിന് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി, ലൗ കാന നബിയ്യൻ ബഅദി ലകാന ഉമർ. എന്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാവുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ നബിയാണ്. പക്ഷേ അവിടുന്ന് പറഞ്ഞു, തന്റെ ശേഷം ഒരു നബി ഉണ്ടാവുകയാണെങ്കിൽ അതിന് യോഗ്യൻ ലക്കാന ഉമർ, ഉമറാണ് റളിയല്ലാഹു അൻഹു അതിന് യോഗ്യൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ലോകപ്രസിദ്ധ ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു സർവ്വ ഇമാമിയങ്ങളും റിപ്പോർട്ട് ചെയ്ത ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതും പ്രതിഫലം ലഭിക്കുന്നതുമാവുന്നത് നീയത്തുകളെ കൊണ്ടാണ്. നമ്മുടെ കർമ്മങ്ങളുടെ മാപ്പിനി അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലെ നീയത്തിനനുസരിച്ചാണെന്ന ഈ പ്രസിദ്ധ ഹദീസ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ ഭരണപരിധിയിൽപ്പെട്ട ഷാമിലേക്ക് യാത്ര പോയ സമയത്ത് മഹാനവരുടെ ഇത്രയും ധീരതയും ഇത്രയും ഹീറോയുമായിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ലോലത, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അങ്ങേയറ്റം അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
തൻ്റെ ഭരണപരിധിയിൽപ്പെട്ട ഷാമിലേക്ക് യാത്ര പോയ സമയത്ത് ആ ഷാമിൽ നിന്ന് കേൾക്കുകയാണ് എന്ത്? ലമ്മാ സമിഅ സൗത ബിലാലിൻ റളിയല്ലാഹു അൻഹു യുഅദ്ദിനു, ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ മദീനയിൽ നിന്ന് ഷാമിലേക്ക് കുടിയേറി പാർത്തവരാണ്, ഹിജ്റ പോയവരാണ്. പക്ഷേ ആ ഷാമിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നപ്പോൾ അവിടെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോൾ ഫബക്കാ ഇൻദമാ സമിഅ ഇസ്മ ഹബീബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ ബാങ്കിന്റെ നാമങ്ങൾ കേട്ടപ്പോൾ ഈ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഹത്താ അബ്കാ കുല്ല മൻ മഅഹു മിനൽ മുസ്ലിമീൻ, അവിടെ ഉണ്ടായിരുന്ന സർവ്വ മുസ്ലിമീങ്ങളും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ വലിയ സ്ഥാനമുള്ള മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, അവ്വലു മൻ യുഅതാ കിതാബഹു ബിയമീനിഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആദ്യമായി നന്മയും തിന്മയും എഴുതപ്പെടുന്ന ഗ്രന്ഥം നൽകപ്പെടുന്ന വ്യക്തി അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അഥവാ അത്രയും നന്മകളാണ് അതിലുള്ളത്, വേറെ ഒന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇത് കൊടുക്കപ്പെടുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണ്, തിന്മ അതിൽ ഇല്ല തന്നെ. ഏതുപോലെ ആ രേഖാപുസ്തകത്തിന് സൂര്യപ്രകാശം പോലുള്ള പ്രകാശമുണ്ട്, കാരണം അതിൽ നന്മയേ ഉള്ളൂ. ഫഖീല ലഹു, ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയോട് ചോദിക്കപ്പെട്ടു, വഅയ്ന അബൂബക്കർ ഇബ്നു അമ്മി റസൂലില്ലാഹ്. അല്ലാഹ് വല്ലാത്തൊരു ചോദ്യം. അല്ല ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങൾ പറഞ്ഞല്ലോ ആദ്യം ഈ രേഖാപുസ്തകം കിട്ടുക ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണ്. അപ്പൊ എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ? അവരുടെ രേഖാപുസ്തകം എവിടെയാ? അവർക്കെന്താ കിതാബ് കൊടുക്കാത്തത്? ഖാല ഹൈഹാത്ത് ഹൈഹാത്ത്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, അത് ചോദിക്കുക പോലും വേണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ട. കാരണം ദാലിക റജുലുൻ റഫഅതുഹുൽ മലായികതു ഇലൽ ജന്ന, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കണക്ക് രേഖാപുസ്തകങ്ങളോ മറ്റോ ഒന്നുമില്ല. നേരിട്ട് അവരെ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് മലായികത്തുകൾ കൊണ്ടുപോകുന്നതാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല അവരുടെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്രയും ധീരനും ഹീറോയുമായിരുന്ന ആ മഹാൻ ഉന്നത സ്ഥാനം കൈവരിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കുകയും അവിടുത്തെ ജീവിതത്തെ ഒപ്പിയെടുത്തത് തന്റെ ജീവിതത്തിൽ പകർത്തുകയും അവിടുത്തെ റോൾ മോഡലാക്കുകയും ചെയ്തതുകൊണ്ടാണ്. മഹാനവർകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ആ ദിവസം തന്നെ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ സ്ഥാനം ഏറ്റെടുക്കുകയും അന്നുണ്ടായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ അവരുമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. 10 വർഷവും 5 മാസവുമാണ് അവിടുന്ന് ഇസ്ലാമിക ലോകത്ത് ഖലീഫയായി ഭരണം നയിച്ചത്. പിന്നീട് അവസാനം അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ കരങ്ങളാൽ കുത്തേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. അത് ദുൽഹജ്ജ് മാസം 4 ബുധനാഴ്ചയായിരുന്നു. അന്ന് മഹാനവറുകൾക്ക് 63 വയസ്സാണുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം, അത് മഹാനായ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ചാരത്ത് പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ അവരോടൊന്ന് ചന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതാണ്. ആ 3 ഖബറുകളാണ് ഇന്ന് അവിടെ ഉള്ളത്. അവിടെ ദിവസവും ആയിരക്കണക്കിന് സലാമുകളും ഫാത്തിഹകളും യാസീനുകളും ഖത്മുകളും കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിഭാഗ്യവാന്മാരിൽപ്പെട്ട ഒരു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിലകൊള്ളുന്നു. ഇന്നും അവരുടെ സ്ഥാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകട്ടെ. അവരെ മദീനത്ത് ചെന്ന് സിയാറത്ത് ചെയ്യാൻ
അവരുടെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊക്കെ സലാം പറയാനും നമുക്കും അവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.